നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒപ്പിന് കുപ്പിയും വൻതുക കൈക്കൂലിയും വാങ്ങുന്ന ആർടിഒ ജേഴ്സൺ മാത്രമല്ല കുടുംബത്തോടെ ഫ്രോഡുകളെന്ന്. കമഴ്ന്നു വീണാൽ കാൽപ്പണം നക്കും, അതാണ് ചരിത്രമെന്ന്. ഭർത്താവ് മാത്രമല്ല ഭാര്യയും ജഗജില്ലിയാണ്. ഒരു യുവ സംരംഭകനെ തൊലപ്പിച്ചു കളഞ്ഞിട്ട് ഒരു ടെക്സ്റ്റൈൽസ് തന്നെ അങ്ങ് ഒപ്പിച്ചെടുത്തു. കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം ആർടിഒ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന പരാതിയുമായി ഇപ്പോൾ യുവ സംരംഭകൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ജേഴ്സണും ഭാര്യയും ചേർന്ന് കൊച്ചിയിൽ തുടങ്ങിയ തുണിക്കടയുടെ മറവിലായിരുന്നു 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതത്രേ. പണം തിരികെ ചോദിച്ചപ്പോൾ പണി തരുമെന്ന് ഭീഷണിപ്പെടുത്തി. ആർടിഒ പിടിയിലായതോടെ ധൈര്യം സംഭരിച്ച് പരാതിയുമായി പോലീസിനെയും വിജിലൻസിനെയും സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ യുവാവ്. വിറ്റഴിച്ച തുണിത്തരങ്ങൾക്ക് പണം ചോദിച്ചു ചെന്ന തന്നെ ആർടിഒ ആട്ടിപ്പായിച്ച അനുഭവമാണ് ഇടപ്പള്ളിക്കാരനായ യുവ സംരംഭകൻ അൽ അമീൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉമ്മയ്ക്കൊപ്പം കൊച്ചിയിൽ ഡ്രീംസ് ഫാഷൻ എന്ന പേരിൽ തുണിക്കട നടത്തുകയാണ് ഇദ്ദേഹം. കടയിലെ നിത്യസന്ദർശകനായിരുന്നു ആർടിഒയും ഭാര്യയും. പതിയെ തുണിക്കച്ചവടത്തിൽ കണ്ണുടക്കിയ ജേഴ്സൺ 2022 ഭാര്യയുടെ പേരിൽ മാർക്കറ്റ് റോഡിൽ സ്വന്തമായി തുണിക്കട തുറന്നു. അൽ അമീനെ തെറ്റിദ്ധരിപ്പിച്ച് ഡ്രീംസ് ഫാഷനിൽ നിന്ന് സ്വന്തം കടയിലേക്ക് പല തവണയായി 75 ലക്ഷം രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങി. കടയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്ന മുറയ്ക്ക് പണം തിരികെ നൽകാമെന്ന് കരാർ ഒപ്പിട്ടു. പിന്നീട് ആർടിഒ ഭാര്യയുടെയും അൽ അമീന്റെയും പേരിൽ GST രജിസ്ട്രേഷനും ജോയിന്റ് അക്കൗണ്ടുമടക്കം തുടങ്ങി. എന്നാൽ കച്ചവടം പൊടി പൊടിച്ചിട്ടും അൽ അമീന് പണം തിരികെ നൽകിയില്ല. വിറ്റുവരവ് കണക്കുകൾ മൂടി വെച്ചുവെന്നാണ് ആരോപണം. സഹികെട്ട് തന്റെ പണം തിരികെ ചോദിച്ചു ചെന്ന അൽ അമീനോട് പണി തരുമെന്ന ഭീഷണിയായിരുന്നു മറുപടിയെന്നാണ് ആരോപണം. പണം ചോദിച്ച് വീട്ടിലേക്ക് ചെന്നാൽ പട്ടിയെ തുറന്നു വിടുമെന്നും ആർടിഒ ജേഴ്സൺ ഭീഷണിപ്പെടുത്തിയത്രേ. നിയമ നടപടിക്ക് മുതിർന്നെങ്കിലും ഭയം കാരണം മുന്നോട്ടു പോയില്ല. ഒടുവിൽ കൈക്കൂലി കേസിൽ ആർടിഒ അറസ്റ്റിലായെന്നറിഞ്ഞതോടെയാണ് ധൈര്യം സംഭരിച്ച് പോലീസിനെ സമീപിച്ചതെന്ന് ഈ യുവാവ് പറയുന്നു. സസ്പെൻഷനിലായ ആർടിഒയുടെ എല്ലാ സാമ്പത്തിക ക്രമക്കേടും വിശദമായി അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് വിജിലൻസ്. ജേഴ്സൺ മൂന്നാറിലടക്കം സ്ഥലം വാങ്ങി കൂട്ടിയതായും ആരോപണമുണ്ട്. ഇപ്പോൾ റിമാൻഡിലുള്ള ജേഴ്സന്റെ 2 ലോക്കറുകൾ വിജിലൻസ് മരവിപ്പിച്ചിരിക്കുകയാണ്. തൊട്ടതിനെല്ലാം കൈക്കൂലി വാങ്ങി വിലസുകയായിരുന്നു ഇയാൾ. ജേഴ്സന്റെ പേരിൽ 4 ലോക്കറുകളും 4 ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കീഴുദ്യോഗസ്ഥർക്ക് ജേഴ്സൺ ടാർഗറ്റ് നൽകിയിരുന്നതായും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓരോ കാര്യത്തിനും കൈക്കൂലി വാങ്ങുന്ന ഇയാൾ നേരിട്ട് കൈക്കൂലി വാങ്ങുന്നത് കുറവായിരുന്നു. കൈക്കൂലി നൽകാത്തവരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. കീഴുദ്യോഗസ്ഥരെ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിക്കുകയും അതിന്റെ ഒരു വിഹിതം തനിക്ക് പടിയായി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. വരവിൽ കവിഞ്ഞ വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനം ഇയാൾക്കുണ്ട് എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. 4 ഇടത്ത് ഭൂമി വാങ്ങിയിട്ടുള്ളതായും കണ്ടെത്തി. കുടുംബാംഗങ്ങളുടെ പേരിലടക്കം കോടികളുടെ നിക്ഷേപമുണ്ടെന്നാണ് വിവരം. പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ജേഴ്സൺ കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. ഇയാൾക്കുള്ള കസ്റ്റഡി അപേക്ഷ വെള്ളിയാഴ്ച സമർപ്പിക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജേഴ്സൺ അറസ്റ്റിലായതോടെ കൂടുതൽ പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൈക്കൂലി വാങ്ങുന്നതിലും വ്യത്യസ്തത പുലർത്തിയിരുന്നു ജേഴ്സൺ. പണത്തോടൊപ്പം മദ്യക്കുപ്പിയും കൈക്കൂലിയായി വാങ്ങിയിരുന്നു. വീട്ടിൽ പരിശോധന നടത്തിയ വിജിലൻസ് സംഘം തന്നെ ഞെട്ടിപ്പോയി മദ്യശേഖരം കണ്ടിട്ട്. ഫോറിൻ മദ്യക്കുപ്പികളുടെ വലിയ ഒരു ശേഖരം തന്നെ ജേഴ്സന്റെ വീട്ടിലുണ്ടായിരുന്നു. കൈക്കൂലി വാങ്ങിയ ചെറിയ കുപ്പികൾ മുതൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മദ്യക്കുപ്പികളുടെ ശേഖരവും ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ജേഴ്സൺ ഭീമമായി കൈക്കൂലി വാങ്ങുന്നുവെന്നതടക്കമുള്ള പരാതികൾ ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഒപ്പിന് കുപ്പി അത് നിർബന്ധമായിരുന്നു ജേഴ്സണ്. മാത്രമല്ല വലിയ തുകയാണ് പലരിൽ നിന്നും വാങ്ങിക്കൊണ്ടിരുന്നത്. കൊടുക്കാൻ സാഹചര്യമില്ലാത്തവരെ പോലും ഭീഷണിപ്പെടുത്തി. അവരും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു നിലയിലായിരുന്നു കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.